നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പൊതുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. Okay. ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാമെന്നതിന്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷനിൽ ലിവിങ് ദ ഗോൾ, ആ ലക്ഷ്യത്തിൽ തന്നെ ജീവിക്കുക, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊന്നും നേടേണ്ട ആവശ്യമില്ല. ശരിക്കും എന്താണോ അത് തിരിച്ചറിയുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. രാമകൃഷ്ണ പരമഹംസൻ ചെമ്പരിയാടിൻ കൂട്ടത്തിൽ പെട്ട ഒരു സിംഹത്തിന്റെ കഥ പറയാറുണ്ട്. കുറെ കാലം ചെമ്മരിയാടിന്റെ കൂട്ടത്തിൽ ജീവിച്ചിട്ട് ഈ സിംഹക്കുട്ടിക്ക് ആടിന്റെ സ്വഭാവം വന്നു. പുല്ല് തിന്നുക, ആടിനെ പോലെ ശബ്ദം ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ പതുക്കെ അത് വലുതായി, അത് അറിയുന്നില്ല. ഒരു ദിവസം വേറൊരു സിംഹം കാട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ ഒരു അത്ഭുത കാഴ്ച കാണണം. ചെമ്മരിയാടിന്റെ കൂട്ടത്തിൽ ഒരു സിംഹം. അപ്പോ ഈ സിംഹം വന്നിട്ട് ഈ ചെമ്മരിയാടിന്റെ കൂട്ടത്തെ സിംഹത്തിന് പോയി പിടിക്കും. ഇവൻ കരയാതെ അയ്യോ എന്നെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ ആടിന്റെ ശബ്ദത്തില്. അപ്പൊ ഇവിടെ വാടാ നമ്മൾ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു പുഴയുടെ നേരെ നിർത്തി കാണിച്ചു കൊടുക്കാം. അപ്പോഴാണ് മനസ്സിലാവും ഞാൻ സിംഹമാണ്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? താൻ സിംഹമാണ് എന്ന് മനസ്സിലായി. എത്ര സിംഹമായിരുന്നു ആദ്യം തന്നെ. പക്ഷെ ഇനിയും ആ സിംഹം തിരിച്ചു പോയിട്ട് ചെമ്മരിയാടിന്റെ കൂടെ തന്നെ പോയാലും ഈ ഒരു റിഫ്ലക്ഷൻ മറന്നുപോയാലും ഇനിയും ചെമ്മരിയാടിന്റെ സ്വഭാവം വരും. നമുക്കും പലപ്പോഴും ഇതാണ് വരുന്നത്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ധ്യാനിക്കുമ്പോൾ മാസ്റ്റർ ട്രാൻസ്മിഷൻ ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു നമ്മൾ ശരിക്കും എന്താണ് എന്ന് തിരിച്ചറിയും. ഇപ്പൊ ശാന്തത, സമാധാനം, ആനന്ദമൊക്കെ അനുഭവിക്കുന്നു. വീണ്ടും നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സിംഹത്തിന്റെ സ്വഭാവം കാണിക്കുക. പിന്നെയും നമ്മൾ ഇന്ദ്രിയ തലത്തിലേക്ക് വീഴും. അതാണ് ചെമ്മരിയാട് എന്നുള്ള ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ വീണ്ടും ഹേർഡ് മെന്റാലിറ്റി കാണിക്കും. സിംഹത്തിന് ഹേർഡ് മെന്റാലിറ്റി ഇല്ല. സിംഹം
അതാണ് രാജാവ് എന്നുള്ളത്. അത് ഒറ്റയ്ക്ക് നടക്കുന്നത്. അതുകൊണ്ട് ബി ലയൺസ് എന്ന് നമ്മുടെ മാസ്റ്റർ പറയും. മറ്റുള്ള ജീവികളെ ഹേർഡ്സ് ആണ്, ഒന്ന് പോകുമ്പോൾ അതിന്റെ പുറകെ അങ്ങനെ പോകും. അപ്പൊ നമ്മളും അതുപോലെയായി മാറുന്നു. ലോകം ചെയ്യുന്ന പോലെ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ന്യൂസ് എന്താ കാണുന്നത്, എല്ലാവരും കാണുന്ന ന്യൂസ് നമ്മൾ കേൾക്കുന്നു, എല്ലാവരും ചർച്ച ചെയ്യുന്നത് നമ്മൾ തന്നെ ചെയ്യുന്നു. ഇപ്പൊ നെഗറ്റിവിറ്റി നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആവും. നമുക്ക് അതിൻ്റെ ഇടയിൽ പോസിറ്റീവ് ആവാൻ പറ്റുന്നില്ല. ചളിക്കുണ്ടെന്ന് താമര വിരിയണം, ചളിക്കുണ്ടിലാണ് താമര വിരിയുന്നത്. ഈ ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ആ സ്വഭാവം കാണിക്കേണ്ട കാര്യമില്ല. നമുക്കിവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതം നയിക്കാം. ഞാൻ ലിയോ ടോൾസ്റ്റോയിന്റെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിതിൻ യു എന്നുള്ള പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗഹനമായിട്ട് ഈ വിഷയങ്ങളെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആ ഡിവൈൻ ആയിട്ടുള്ള സ്വഭാവം ഇവിടെ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ലോകം നമ്മളോട് പറയുന്നത്. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ അല്പസ്വല്പമൊക്കെ കള്ളത്തരം കാണിക്കണം, അധർമ്മ പ്രവൃത്തികൾ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ വേണോ? അതിനൊന്നും ആവശ്യമില്ല. നമ്മൾക്ക് അത് മനസ്സിലാവുകയാണെങ്കിൽ, നമ്മൾ സിംഹമാണെന്ന് മനസ്സിലായി പിന്നെ ഇതിനാണ് ചെമ്മരിയായിട്ട് സ്വഭാവം കാണിക്കുന്നത്. അപ്പൊ അതിനാണ് കറേജ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ അത് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് തന്നെയാണ് ജീവിക്കുക എന്നുള്ളത് കറേജ്. കറേജ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുക, യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ ആത്മധൈര്യം, ആത്മന്യൈവ ആത്മനാ തുഷ്ട എന്ന് ഭഗവാൻ പറയും. സ്ഥിതപ്രജ്ഞന്റെ സ്വഭാവം, സ്ഥിതപ്രജ്ഞനായിരിക്കുക, ഒരിക്കലും വ്യതിചലിക്കില്ല, പുറമേ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ വ്യതിചലിക്കില്ല. അപ്പൊ ആ ഒരു ക്വാളിറ്റിയിലേക്ക് സ്ഥിരമായിട്ടിരിക്കാനുള്ള ഒരു ക്വാളിറ്റി, സ്ഥിരത, അത് നമ്മളിൽ കൊണ്ടുവരണം. അതിന്റെ സ്റ്റെപ്പാണ് ഈ ഫസ്റ്റ് മാക്സിസ്. സഹജമാർഗത്തിൽ ആദ്യത്തെ പ്രമാണം നമ്മളെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് നിൽക്കാൻ. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നുള്ള പുസ്തകത്തിലുണ്ട്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ട്. നമ്മൾ ഇൻഷുറൻസ് പോളിസീസ് എടുക്കുന്നു, ബാങ്കിൽ പൈസ ഇടുന്നു, ഷെയർ മാർക്കറ്റിൽ പൈസ ഇടുന്നു. എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ഒരു ദിവസം എനിക്ക് ഒരു സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന ചിന്തയിൽ. എല്ലാവരും അങ്ങനെയാണ്. ആരും അങ്ങനെ ജീവിച്ചിട്ടില്ല. അവസാനമാകുമ്പോഴും പിന്നെയും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എപ്പോഴാണ് സ്ഥിരത? സ്ഥിരത നമ്മുടെ സ്വഭാവമാണ്. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ഥലത്ത് ഇരിക്കൂ. ആദ്യം നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയും. ശരീരത്തിന്റെ പ്യൂരിഫിക്കേഷന് ശ്രദ്ധിക്കൂ, മനസ്സിന്റെ പരിശുദ്ധിയിൽ ശ്രദ്ധിക്കൂ. ആ പരിശുദ്ധമായിട്ടുള്ള ആ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ ശരിക്കും ആ പ്യൂർ ആയിട്ടുള്ള എസൻസ് തന്നെയാണ്, സ്നേഹം തന്നെയാണ്. അപ്പൊ നമ്മളുള്ള പ്യൂരിഫിക്കേഷൻ കൊണ്ടുവരണം, ലാളിത്യം കൊണ്ടുവരണം, സിംപ്ലിസിറ്റി കൊണ്ടുവരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്താണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ? കോംപ്ലക്സ് അല്ലാത്തൊക്കെ സിമ്പിളാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കയറ്, നീണ്ട ഒരു കയറ്, നോട്ട്സ് ഒന്നുമില്ല, അത് സിമ്പിൾ എന്ന് പറയാം. അതിലൊരു നോട്ട് ഇട്ടാല് അത് കോംപ്ലക്സ് ആയി. ശരിക്കും കയറൊന്നും സംഭവിച്ചില്ല, പക്ഷെ വെറുതെ ഒരു നോട്ട് ഉണ്ടാക്കി, ഇനി അത് അഴിക്കണം. അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ കോംപ്ലക്സിറ്റീസ് ഉണ്ടാവും. നമുക്ക് നേരെ പോകേണ്ട വഴിയുണ്ട്, സത്യത്തിന്റെ വഴി, സ്നേഹത്തിന്റെ വഴി. അത് നമ്മളൊന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു, ഡിഫിക്കൽട്ട് ആക്കുന്നു. അപ്പൊ അങ്ങനെ നമുക്കത് സോൾവ് ചെയ്യേണ്ടി വരും. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടി വരും. ശരിക്കും ഒരു പ്രശ്നവുമില്ല. സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഈ ലോകത്തെ ഒരു പ്രോബ്ലം ഇല്ല. സ്നേഹം എല്ലാ വാതിലുകളും തുറക്കുന്നു എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഉള്ളില് ആ ദിവ്യ കവാടം നമുക്ക് തുറക്കണമെന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ ദിവ്യ സ്രോതസ്സിന്റെ കവാടം അത് തുറക്കണം. അത് ശരിക്കും നമ്മൾ ഉള്ളിലേക്ക് തുറക്കുന്നതിനേക്കാൾ അത് തുറക്കാൻ നമ്മൾ അനുവദിക്കണം. എൻ്റെ ഉള്ളിലല്ലേ, നമ്മുടെ ഉള്ളിലല്ലേ ആ ഭഗവാനെ, മാസ്റ്ററെ, അദ്ദേഹത്തെ പ്രകടിപ്പിക്കാൻ നമ്മൾ അനുവദിക്കണം. അതാണ് കോപ്പറേറ്റ് ചെയ്യും. ബാബുജി മഹാരാജ് വിസ്പേഴ്സ് ഫ്രം ദി ബ്രൈറ്റ് പോലെ എന്നുള്ള ഒരു സീരീസ് ഉണ്ട് സഹജമാർഗത്തിൽ. ബാബുജി മഹാരാജ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, വോട്ട് യു കോപ്പറേറ്റ് വിത്ത് അസ്. എങ്ങനെ കോപ്പറേറ്റ് ചെയ്യണം? നമ്മൾ നമ്മുടെ വാതിലുകൾ തുറന്നു കൊടുക്കുക, ആ പ്യൂരിറ്റി ഒഴുകാൻ അനുവദിക്കുക. ആ വാതിൽ തുറക്കാനാണ് ഈ പ്യൂർ ആയിട്ടുള്ള ഈ ജീവിതം നയിക്കണം എന്ന് പറയുന്നത്. ഇംപ്യൂർ ആയിട്ടുള്ള ജീവിതത്തിലൂടെ എങ്ങനെയാണ് പ്യൂരിറ്റിയിലെത്തുക? പ്യൂരിറ്റി വീവ്സ് ഡെസ്റ്റിനി എന്നാണ് ദാജി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദാജിയോട് ചോദിച്ചു എന്താണ് അതിന്റെ അർത്ഥം. ദാജി പറഞ്ഞു, ജസ്റ്റ് തിങ്ക് ഹൗ ക്യാൻ ഇംപ്യൂരിറ്റി വ്യൂ ഡെസ്റ്റിനി. നമ്മുടെ ഡെസ്റ്റിനി എന്താണ്? പ്യൂരിറ്റിയാണ്, പരിശുദ്ധിയാണ്. എങ്ങനെയാണ് പരിശുദ്ധമല്ലാത്ത ഒരു വഴിയിലൂടെ പരിശുദ്ധിയിലേക്ക് എത്തുക? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഇരിക്കുക ഒരു സ്ഥലത്ത്. അതിനുശേഷം മനസ്സിനെ ഇരുത്തുക. നമ്മൾ മനസ്സിരുത്തുക നമ്മൾ പറയാല്ലേ, വാക്കുകൾ നമ്മൾ പറയണ്ടേ, മനസ്സിരുത്തു.
മനസ്സിലാക്കൂ എന്നൊക്കെ നമ്മൾ പറയും. മനസ്സിൽ നമ്മളൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യിപ്പിക്കുക. അവിടെയാണ് നമ്മുടെ ഈ വിഡ്രോവല്, റിലാക്സ് ചെയ്യുക, ബോഡിയിൽ റിലാക്സേഷൻ കൊണ്ടുവരിക, ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക. പിന്നെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, പുറമേൽ ഡിസ്റ്റർബൻസ് ഒന്നും നമ്മളെ പ്രശ്നങ്ങളുടെ കണ്ണടച്ചിരിക്കുക, ഹൃദയത്തിലേക്ക് നോക്കുക. അതിനു മുമ്പേ തന്നെ മനസ്സ് ശുദ്ധീകരിച്ചിട്ടാണ്, ക്ലീനിങ് പ്രോസസ് കടന്നിട്ടാണ്, എന്നിട്ട് കണക്ട് ചെയ്യുക. ഏറ്റവും ഹയസ്റ്റ് ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അഹംബോധത്തെ മാറ്റി നിർത്തുക. പ്രാർത്ഥന, പൂർണ്ണമായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയിട്ട്, കൃതജ്ഞതയോട് കൂടിയിട്ട് എനിക്കെല്ലാം ലഭിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധത്തോട് കൂടിയിട്ട്, ആ പരിപൂർണ വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ അങ്ങയുടെ ഇച്ഛയ്ക്ക് എന്ത് അങ്ങ് ഇച്ഛിക്കുന്നു അത് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ആ ബോധത്തിൽ ഇരിക്കുക. അപ്പോഴാണ് പ്രാർത്ഥനയുമാണ്. നമ്മളൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ശരിക്കുമുള്ള ആ എസെൻസ് എന്നിലൂടെ ഒഴുകാൻ തുടങ്ങും, സ്നേഹം ഒഴുകാൻ തുടങ്ങും. അപ്പൊ അവിടേക്കുള്ള യാത്രയാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നത്, ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത്. മനസ്സിനെയും ശരീരത്തിനെയും പരിശുദ്ധി പ്രത്യേകം പാലിക്കണം എന്ന് പറഞ്ഞതും ഇതുകൊണ്ടാണ്. അപ്പൊ പരിശുദ്ധി നമ്മൾ കൊണ്ടുവരുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ആ പരിശുദ്ധിയെ അത് പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നു. മനോഭാവമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരാൾ ഇരിക്കുന്നതും സംസാരിക്കുന്നതും അങ്ങനെ ഒരു വ്യക്തിയുടെ മനോഭാവത്തെ കാണിക്കുന്നു. ഡിസ്റെസ്പെക്റ്റ് മുഖത്ത് കാണും, രുചിയില്ലാതെ ഇങ്ങനെ കണ്ണ് ഇഷ്ടലായ കാണിക്കും. ഭക്ഷണം കൊടുക്കുമ്പോൾ ദേഷ്യപ്പെട്ട് കൊടുക്കുക, അപ്പൊ തന്നെ ഉള്ളിലുള്ള ആ മനോഭാവം കാണുന്നു. അപ്പൊ നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കണം ഇടയ്ക്ക്. ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരാത്തത്, ഇപ്പോഴും ദുർമുഖം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ ഒബ്സർവ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിരിക്കാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ബോഡി ലാംഗ്വേജിൽ ശ്രദ്ധിക്കാത്തത്. നമ്മൾ കെയർഫുൾ ആണ്. അതാണ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ ക്രമേണ നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറും. മെഡിറ്റേഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കല്യാണ പുരുഷനാവണം എന്നാണ്. നമ്മൾ ലോകത്തിന് പ്രസന്റബിൾ ആവും, ഒരു കളങ്കവും ഇല്ലാതെ മാസ്റ്ററുടെ പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള കറേജോട് കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആൾക്കാരായിട്ട് അത് ജീവിതത്തെ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും. ഇതാണ് പിന്നത്തെ പ്രമാണങ്ങളിൽ ഓരോന്നോരോന്നായി നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കാം, നമ്മൾ ഈ ലക്ഷ്യത്തിൽ ജീവിക്കും എന്നുള്ള തീരുമാനം എടുക്കാം. നമ്മുടെ ലോകത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് ഈ തരത്തിലുള്ള ഒരു മനോഭാവമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.